ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുട്ടിമാന്റെ അടുത്തേക്ക് കോട്ടയത്തേക്ക് ഇതാ കുട്ടിമാന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണണേ. ഇതുവരെ ഇവിടെ വെയിലായിരുന്നു കേട്ടോ. നമ്മൾ വന്ന് കയറിയത് ഇവിടെ മഴയായി. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫുൾ വീഡിയോയിൽ കാണിക്കാം. വലിയൊരു ഹാളാണ് കേട്ടോ. പിന്നെ ആ ഹാളിൽ തന്നെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. പിന്നെ ബാത്റൂം ഇവിടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇല്ലതൊക്കെ വലിയതായിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മക്കൾക്ക് ഓടി കളിക്കാനൊക്കെ സുഖമാണ്. മഴ പെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതാക്കുന്ന തുണികളൊക്കെ ഇവിടെ ഇട്ടുങ്ങാണ്ട് ആകെ ഞാൻ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടോ റൂമൊക്കെ. പിന്നെ ഇതാക്കണ ഹലാക്കിന്റെ ഒരു കിച്ചണും ഉണ്ട് കേട്ടോ. കുട്ടിമാനും പിന്നെ ഒരു ഫ്രണ്ടും കൂടി ഉള്ളൂ കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ അത് നല്ല വൃത്തിയായിട്ടുണ്ട്. പിന്നെ ഭായിമാരൊക്കെ വേറെ റൂമിലാണ് നിൽക്കുന്നത്. സാധാരണ ആണുങ്ങൾ മാത്രം നിൽക്കുന്ന റൂമിൽ ആകെ വലിച്ചു വാരി ഇട്ടുകൊണ്ടായിരിക്കും. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം. പിന്നെ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ അതാക്കണം നല്ല മനോഹരമായ ഒരു വീട് കേട്ടോ. നമ്മൾ രാത്രി ഒരു 1 മണി 1:30 ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഒരു 10 മണി വരെ കടന്നുറങ്ങിയിട്ടുണ്ട്. അതാണ് എന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. മക്കള് പിന്നെ ബുക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഓരോന്ന് വരച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വൈകുന്നേരം എന്നും കുട്ടിമാരെ ലൈനിൽ പോകട്ടെ. അപ്പൊ ഇന്നും നമ്മൾ കൂടിയിട്ടുണ്ട് കേട്ടോ കൂടെ. അപ്പൊ അതാക്കണം നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണാൻ. ഫ്രണ്ടിൽ പിന്നെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ബാക്കിൽ പിന്നെ മക്കളൊക്കെ ഇതാക്കണം ആകെ ഈ കൊടുക്കാനുള്ള സാധനങ്ങളുടെ മേലെ കൂടെ അപ്പുറത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ഇതൊക്കെ ഒരു രസം. അങ്ങനെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതാക്കണം തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വന്ന് 2ാമത്തെ ദിവസമായപ്പോൾ തന്നെ മക്കൾക്ക് ബോറടി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കുട്ടിമാരപ്പം തന്നെ പോരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് അവിടെ വന്നാൽ എന്തായാലും ബോറടിക്കും, അവിടെ നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നിർബന്ധം കാരണം നമ്മൾ പോകുന്നതാണ് കേട്ടോ. കാരണം നമ്മളിവിടെ ഇങ്ങനെ റൂമിൽ ഇരിക്കേണ്ടി വരും കേട്ടോ. കുട്ടിമാരാണെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെ പണി തന്നെയാണ് ഈ കാര്യം. ഇത് പിന്നെ അയിനി ചക്കി എത്രയോ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ? എനിക്കും അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ള അടുത്ത വീഡിയോ വരാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബൈ.